എറണാകുളം തൃപ്പൂണിത്തുറയിൽ കെ.എസ്.ആർ.ടി.സി ഡ്രൈവർക്ക് മർദ്ദനം. ഹോൺ മുഴക്കിയത് ചോദ്യം ചെയ്ത കാർ ഡ്രൈവറാണ് മർദ്ദിച്ചത്. തലയ്ക്കും കൈക്കും പരിക്കേറ്റ ഡ്രൈവർ സുബൈർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. തൃപ്പൂണിത്തുറ ജംഗ്ഷനിൽ വെച്ച് എൻ്റെ ബസ്സിൻ്റെ മുമ്പിൽ ഒരു ഇന്നോവ കാറുണ്ടായിരുന്നു. അവർ ആ തൃപ്പൂണിത്തുറ ജംഗ്ഷനിൽ നിർത്തിയപ്പോൾ ഞാൻ ഓൺ അടിച്ചിട്ട് അപ്പോൾ അവർ ഫ്രണ്ടിലേക്ക് കൈകൊണ്ട് കാണിച്ചു. എന്നെ എന്തിനാ ഓൺ അടിക്കണമെന്നുള്ള രീതിയിൽ മറ്റേ കൈകൊണ്ട് ഡോറ് ഗ്ലാസ് താത്തിയിട്ട് കൈകൊണ്ട് കാണിച്ചു. അപ്പോൾ അവർ മുമ്പോട്ട് പോയപ്പോൾ തൊട്ടടുത്ത് ബസ് സ്റ്റോപ്പിൽ ഞാൻ വണ്ടി നിർത്തി ആളെ കയറ്റി കുറച്ച് മുമ്പോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവൻ ഫ്രണ്ടിൽ വണ്ടി നിർത്തിയിട്ട് ഡോറ് തുറന്ന് ഇറങ്ങി വന്ന് ഡ്രൈവർ സൈഡിലെ ഡോറും തുറന്ന് എൻ്റെ കൈകൊണ്ടിട്ടും കൈക്കിട്ടും അടിച്ചു. എസ് ശരൺ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ശരൺ, ഇത് എന്തിന്റെ പേരിലായിരുന്നു ഇങ്ങനെ ഈ ഡ്രൈവറെ മർദ്ദിച്ചത്? ഇയാൾ പരാതിയോ മറ്റോ നൽകിയിട്ടുണ്ടോ? ഡ്രൈവറുടെ പരാതിയിൽ ഇപ്പോൾ തൃപ്പൂണിത്തുറ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ ഇന്ന് രാവിലെ 7:30 കൂടിയാണ് തൃപ്പൂണിത്തുറ കണ്ണംകുളങ്ങരയിൽ വെച്ച് ഈ സംഭവം നടക്കുന്നത്. എറണാകുളം കട്ടപ്പന റൂട്ടിൽ സർവീസ് നടത്തുകയായിരുന്നു ഈ കെ.എസ്.ആർ.ടി.സി ബസ്. ഈ ബസ് കണ്ണംകുളങ്ങരയിലേക്ക് എത്തിയപ്പോൾ അവിടെ ഈ ബസ് സ്റ്റോപ്പിന് സമീപത്തായിട്ട് ഒരു ഇന്നോവ കാർ പാർക്ക് ചെയ്തിരുന്നു. ഈ ഇന്നോവ കാർ പാർക്ക് ചെയ്തിരുന്ന കാറ് അത് മാറ്റണമെന്ന് ഈ കെ.എസ്.ആർ.ടി.സി ഡ്രൈവർ ആവശ്യപ്പെടുകയായിരുന്നു. ഒപ്പം തന്നെ ഹോൺ മുഴക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ തന്നെ ഈ ഇന്നോവ കാറിലുണ്ടായിരുന്ന ഡ്രൈവർ ഇത് ചോദ്യം ചെയ്യുകയും പിന്നീട് ഈ കാർ എടുത്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്തിരുന്നത്. ഇതിനിടയിൽ ഈ കെ.എസ്.ആർ.ടി.സി ബസ്സിലേക്ക് ആളുകളെ കയറ്റുകയും ബസ് മുന്നോട്ടെടുക്കുകയും കുറച്ച് ദൂരം അടുത്ത സ്റ്റോപ്പിന് സമീപത്തായി വരെ എത്തുകയും ചെയ്തിരുന്നതാണ്. ഇതിനിടയിൽ ഈ കാർ ഡ്രൈവർ, അതായത് ഇന്നോവ കാർ കൊണ്ട് ഈ ബസ്സിന് മുന്നിലായിട്ട് തടഞ്ഞു നിർത്തുകയും അതിനുശേഷം ഈ കാർ ഡ്രൈവർ ഇറങ്ങി ഈ ബസ്സിൽ ഉണ്ടായിരുന്ന ഡ്രൈവർ, അതായത് ഡ്രൈവർ സുബൈറിനെ ക്രൂരമായി മർദ്ദിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ സുബൈറിൻ്റെ കൈക്കും തലയ്ക്കുമാണ് പരിക്കേറ്റിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മൾ കേട്ടിരുന്നതാണ്. അദ്ദേഹത്തിന് കൈക്കും തലയ്ക്കും പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹത്തെ ഇപ്പോൾ തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഈ ഡ്രൈവറുടെ പരാതിയിൽ തൃപ്പൂണിത്തുറ പോലീസ് എത്തി ഡ്രൈവറുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ കേസെടുക്കുന്ന നടപടികളിലേക്ക് കടക്കും. എന്തായാലും ഈ കാർ ഡ്രൈവർ എവിടെയുള്ള ആളാണ്, എന്താണ് ഇതിന് പിന്നിൽ സംഭവിച്ചതെന്നടക്കമുള്ള കാര്യങ്ങൾ വ്യക്തത വരുത്തുള്ള അന്വേഷണത്തിൽ കൂടിയാണ് തൃപ്പൂണിത്തുറ പോലീസ് ഉള്ളത്. ശരി.